ഹലോ. ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തെ ഒരു പ്രമുഖ നടിയായിരുന്ന ദിവ്യ ഭാരതിയെക്കുറിച്ചാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. മീത ഭാരതിയുടെയും ഓം പ്രകാശ് ഭാരതിയുടെയും മകളായിട്ട് മുംബൈയിലെ ഒരു പഞ്ചാബി കുടുംബത്തിലാണ് ദിവ്യ ഭാരതി ജനിച്ചത്. 16-ാം വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് അഭിനയം ആരംഭിച്ചു. 1990-ൽ ഇറങ്ങിയ ദിവ്യയ്ക്ക് 16 വയസ്സുള്ളപ്പോൾ വെങ്കടേഷ് അഭിനയിച്ച ബോബ്ലി രാജ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് ദിവ്യ അരങ്ങേറ്റം കുറിച്ചത്. ഈ ചിത്രം ഹിന്ദിയിൽ രാംപൂർക്ക രാജ എന്ന പേരിൽ ഡബ് ചെയ്യപ്പെട്ടു. 1974 ഫെബ്രുവരി 25-നാണ് ദിവ്യ ജനിച്ചത്. 1990-കളുടെ ആദ്യകാലങ്ങളിൽ തമിഴ്, തെലുങ്ക്, ഹിന്ദി എന്നീ ഭാഷകളിലാണ് ദിവ്യ ഭാരതി അഭിനയിച്ചിട്ടുള്ളത്. ദിവ്യ ഭാരതി ആദ്യമായി അഭിനയിച്ച ചിത്രം 1990-ൽ അവർക്ക് 16 വയസ്സുള്ളപ്പോൾ അഭിനയിച്ച നിലാപ്പെണ്ണെ എന്ന തമിഴ് ചിത്രമായിരുന്നു. പക്ഷേ ഈ ചിത്രം വിജയിച്ചിരുന്നില്ല. ആദ്യ വിജയ ചിത്രം തെലുങ്ക് ചിത്രമായ ബോബ്ലി രാജ എന്ന ചിത്രമായിരുന്നു. ഇതിൽ തെലുങ്ക് നായക നടനായ വെങ്കടേഷ് ആയിരുന്നു ദിവ്യയുടെ കൂടെ അഭിനയിച്ചത്. അടുത്ത 2 വർഷത്തിൽ ധാരാളം തെലുങ്ക് സിനിമകളിൽ ദിവ്യ അഭിനയിച്ചു. 1992-ൽ ബോളിവുഡ് ചലച്ചിത്ര രംഗത്തേക്ക് ദിവ്യ ചുവടുവെച്ചു. വിശ്വാത്മ എന്ന ചിത്രത്തിലായിരുന്നു അവർ ആദ്യമായി അഭിനയിച്ചത്. പിന്നീട് 14ഓളം ഹിന്ദി ചിത്രങ്ങളിൽ ദിവ്യ അഭിനയിച്ചു. ഒരു പുതുമുഖ നടി എന്ന നിലയിൽ ഇത്രയധികം ചിത്രങ്ങളിൽ അഭിനയിച്ചത് അക്കാലത്തെ ഒരു റെക്കോർഡായിരുന്നു. പക്ഷേ ദിവ്യയുടെ ചലച്ചിത്ര ജീവിതം 19 വയസ്സിലെ അകാല മരണത്തോടെ അവസാനിക്കുകയായിരുന്നു. 1992-ൽ ദിവ്യ ഭാരതി സ്വകാര്യമായി ബോളിവുഡ് നടനായ സാജിദ് നദിയാവാലയുമായി വിവാഹം ചെയ്തു. ഈ വിവാഹം തന്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും ചലച്ചിത്ര ജീവിതത്തിലും ബാധിക്കാതിരിക്കാൻ ഇത് രഹസ്യമാക്കി വെക്കുകയായിരുന്നു. 1993 ഏപ്രിൽ 5-ന് 19 വയസ്സുള്ളപ്പോൾ മുംബൈയിലെ ദിവ്യയുടെ സ്വന്തം താമസ സ്ഥലമായ ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിക്കുകയായിരുന്നു. 16 വയസ്സിൽ പഠനം ഉപേക്ഷിച്ച് ദിവ്യ അഭിനയത്തിലേക്ക് തിരിയുമ്പോൾ ഇന്ത്യയിൽ അറിയപ്പെടുന്നൊരു നടിയാകണമെന്നായിരുന്നു ദിവ്യയുടെ ആഗ്രഹം. ദിവ്യയുടെ അഭിനയശേഷി കണ്ടെത്തിയത് നടനും സംവിധായകനുമായ കീർത്തി കുമാർ ആയിരുന്നു. 1988-ൽ ഗോവിന്ദയുടെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിലും പിന്നീട് ഈ വേഷം ജൂഹി ചൗളയ്ക്ക് പോവുകയായിരുന്നു. പല പ്രമുഖ തെലുങ്ക് നടന്മാരെ കൂടെയും ദിവ്യ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാന നടന്മാരായ ബാലകൃഷ്ണ, പ്രശാന്ത്, ചിരഞ്ജീവി, മോഹൻ ബാബു എന്നിവർ ഉൾപ്പെടുന്നു. പിന്നീട് ഹിന്ദിയിലേക്ക് മാറിയതിനു ശേഷം ആദ്യ ചിത്രമായ വിശ്വാത്മ ഒരു ഫ്ലോപ്പ് ചിത്രമായ ഒന്നായിരുന്നുവെങ്കിലും അതിലെ ഗാനരംഗം വളരെ പ്രശസ്തി നേടി. പിന്നീട് അഭിനയിച്ച ഒരുപാട് ചിത്രങ്ങൾ വളരെയധികം ഹിറ്റായി. ബോളിവുഡിലെ പല പ്രമുഖ നടന്മാരെ കൂടെയും ദിവ്യ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാന നടന്മാർ സണ്ണി ഡിയോൾ, ഋഷി കപൂർ, ഗോവിന്ദ, സഞ്ജയ് ദത്ത്, ഷാരൂഖ് ഖാൻ എന്നിവർ ഉൾപ്പെടുന്നു. മുംബൈയിലെ 5 നില കെട്ടിടത്തിന്റെ ബാൽക്കണിയിൽ നിന്ന് വീണ് മരിച്ച ദിവ്യയുടെ മരണം അന്വേഷിച്ച പോലീസ് ഈ കേസിന്റെ അന്വേഷണം 1998-ൽ അവസാനിപ്പിച്ചു. പക്ഷേ ഇന്നും ദിവ്യയുടെ മരണം സംശയാസ്പദമായി നിലകൊള്ളുന്നു. ഇന്ത്യൻ സിനിമ കണ്ട ഏറ്റവും ഞെട്ടലുണ്ടാക്കിയ മരണമായിരുന്നു ദിവ്യ ഭാരതിയുടേത്. ദിവ്യ കരാർ ചെയ്ത ചിത്രങ്ങൾ അവരുടെ മരണശേഷം മറ്റ് നായികാ നടിമാരെ കൊണ്ട് ചെയ്യിക്കുകയായിരുന്നു. രംഭ, രവീണ ടണ്ടൻ, ശ്രീദേവി തുടങ്ങിയവർ അതിൽപ്പെടും. ദിവ്യയുടെ മരണശേഷം അവരുടെ പകരക്കാരി എന്ന പേര് ദിവ്യയുടെ അതേ മുഖഛായയുള്ള ശ്രീദേവിയായിരുന്നു. ദിവ്യ ഭാരതി അഭിനയിച്ച പ്രധാന ചിത്രങ്ങൾ 1990-ൽ നിലപ്പെണ്ണെ തമിഴ്, 1990-ൽ ബൊബ്ലി രാജ തെലുങ്ക്, 91-ൽ റൌഡി അല്ലഡു, 92-ൽ ധർമ്മക്ഷേത്രം, അസംബ്ലി റൌഡി, വിശ്വാത്മ, ഷോല ഓർ ശപ്നം, ദിൽ ക്യാ ക്യാ കസൂർ, ദീവാന, 1993 രംഗ്, ശത്രുഞ്ജൻ തുടങ്ങിയവയൊക്കെയായിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോൾ അന്തരിച്ച അതിസുന്ദരിയായ ദിവ്യ ഭാരതിയെ ആർക്കും പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ല. എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് തരണം. അതുപോലെ പ്ലീസ് എല്ലാവരും സബ്സ്ക്രൈബ്